വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ സേന വീണ്ടും നടത്തിയ ആക്രമണത്തിൽ 3 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. ഇസ്രായേൽ നിർത്താനുള്ള ഭാവമല്ല, പലസ്തീനികളുടെ മരണത്തിന് വെസ്റ്റ് ഏഷ്യ സാക്ഷ്യം വഹിക്കുന്നു. ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. സമയപരിമിതിയുണ്ട് ബി ജെയിംസ്. ഇന്ന് എന്തായാലും ഈ വാർത്തയിലേക്ക് നമുക്ക് കടന്നില്ല നേരിട്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ അവരുടെ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ 3 പാലസ്തീനികൾ കൂടി മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ എളുപ്പത്തിൽ തീരുന്നില്ല എന്ന് മാത്രമല്ല, വല്ലാത്ത ദുരിതവും പട്ടിണിയുമാണ് ഇപ്പോഴും ഗസയിൽ. അവിടേക്ക് ട്രക്കുകൾ ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് കടന്നു ചെല്ലാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഇതിനിടയിൽ ഒരു അമ്പരപ്പിക്കുന്ന ഒരു പുതിയ സർവേ കൂടി വന്നിരിക്കുന്നു. ഇസ്രായേലിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ രീതിയിൽ തോൽക്കും എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും കാണുന്നു. ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ജനത ഈ യുദ്ധത്തിനും ഗസയിലെ കൂട്ടക്കുരുതിക്കും ഭൂരിപക്ഷം പേരും എതിരായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 120 അംഗ നെസറ്റിൽ 25 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതിനിടയിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഈ ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇനി 13 പേരുടെ കൂടി വിട്ടുകൊടുക്കാനുണ്ട്. അതിനുള്ള നെട്ടോട്ടത്തിലാണ്. അവർ പറയുന്നത് കുറച്ചുകൂടി സമയം വേണം. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാണ്, ടണലുകൾക്കുള്ളിൽ വീടുകിടക്കാണ്. ഇസ്രായേലിന്റെ ആക്രമണം മൂലമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.